ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായി ആമ്പൽപ്പൂക്കൾ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പറാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ എടുത്തിട്ടുള്ള ടിഷ്യൂ പേപ്പർ ഇതുപോലെ മടക്കി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ മടക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 ടിഷ്യൂ പേപ്പറും പല വലിപ്പങ്ങളിലായിട്ടാണ് നമ്മൾ ഇതുപോലെ മടക്കി കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ നമ്മൾ 3 ടിഷ്യൂ പേപ്പറും പല വലിപ്പങ്ങളിലായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് വീണ്ടും ഇതുപോലെ മടക്കി കൊടുക്കുകയാണ്. ഇതുപോലെയാണ് നമ്മൾ മടക്കി കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഇവിടെ ആയിട്ട് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഓരോ ഇതളുകളും വീണ്ടും ഇതുപോലെ മടക്കി കൊടുക്കണം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കിയുള്ള 2 നമുക്ക് ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇപ്പം നമ്മൾ എല്ലാ ഇതളുകളും ഇതുപോലെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇതുപോലെ ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ ബാക്കിയുള്ള 2 അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 3 കൂടെ ഒന്നിനു മുകളിൽ ഒന്നായി ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ നമ്മളത് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ നടുക്കായിട്ട് യെല്ലോ കളറും കൂടെ ഒട്ടിച്ചെടുക്കാനുണ്ട്. നമ്മൾ ആദ്യം ചെയ്തെടുത്തത് പോലെ തന്നെയാണ് നമുക്ക് ഇതും ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മളത് മടക്കി കൊടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കതിൻ്റെ ഓരോ ഇതളുകളും മടക്കി കൊടുക്കണം. സിമ്പിളായിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം നമ്മളതിൻ്റെ നടുക്ക് ഒട്ടിച്ചെടുക്കാനുള്ളത് ഇതുപോലെ ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെയ്തെടുത്തത് നമുക്ക് ഫ്ലവറിൻ്റെ നടുക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഫ്ലവർ നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മൾ വേറെ ഒരു ഫ്ലവറും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ചെറുത് 2 ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും ഇലയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അത് നമ്മൾ ഫ്ലവർ കട്ട് ചെയ്തെടുക്കാൻ മടക്കിയെടുത്തത് പോലെ തന്നെയാണ് മടക്കിയെടുക്കുന്നത്. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതിൽ യെല്ലോ കളർ പെയിൻറ് ഇതുപോലെ ഒന്ന് കൊടുക്കുകയാണ്. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഇലയിൽ പെയിൻറ് ചെയ്തെടുത്തിട്ടുള്ളത്. വേറെയും കുറച്ച് ഇലകൾ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള തണ്ടുകളും നമ്മൾ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഓരോ ഇലകളിലേക്കും തണ്ടുകൾ ഒട്ടിച്ചു കൊടുക്കാം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കളും ഇലകളും എല്ലാം നമ്മൾ ഈ ഒരു കാർഡ്ബോർഡ് ബോക്സിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ കളർ പേപ്പർ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇതിന് ചുറ്റുമായിട്ട് നമ്മൾ റെഡ് കളർ പേപ്പർ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. മുകളിൽ നമ്മൾ ബ്ലൂ കളർ പേപ്പറും ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മളിതിൻ്റെ മുകളിലേക്ക് ടൂത്ത് പിക്കാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മളതിൽ വെച്ച് കൊടുക്കുന്ന ടൂത്ത് പിക്കിലേക്കാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പൂക്കളും ഇലകളും എല്ലാം നമുക്കിനി ഒട്ടിച്ചെടുക്കേണ്ടത്. ഇതുപോലെ നമ്മൾ ടൂത്ത് പിക്കെല്ലാം അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതുപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പൂക്കളും ഇലകളും എല്ലാം നമുക്കിതുപോലെ വെച്ച് കൊടുക്കണം. ഇപ്പം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന പൂക്കളും ഇലകളും എല്ലാം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തു. ഇനി നമ്മൾ ആ കാർഡ്ബോർഡ് ബോക്സിൽ റെഡ് കളർ പേപ്പർ ഒട്ടിച്ചിരുന്ന ഭാഗത്ത് ഇതുപോലെ മാർക്കർ ഉപയോഗിച്ചൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ 4 ഭാഗങ്ങളിലും നമുക്കിതുപോലെ വരച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളതിൽ മുഴുവനായും ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് കാണാനായിട്ട്?
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.